ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലുതുണ്ട്, ഒരു ചെറുതുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന വേറെ കാര്യമില്ല, ക്രൂഷ്യറ്റിൻ്റെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഇങ്ങനെ ചാരി ഇങ്ങനെ വെക്കാം, ഇതിങ്ങനെ വേണം വെക്കാം കേട്ടോ. യെസ്, അപ്പം നമുക്ക് ക്രോഷ്യറ്റിൻ്റെ ഓർഡേഴ്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് പൊട്ടിച്ചെടുക്കാത്തത് നമ്മൾ കീറുന്നുണ്ട് ഗൈസ്. യെസ്, കീറി നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല. യെസ് ഗൈസ്, ബബിളിൻ്റെ മറ്റേ സാധനം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിങ്ങനെ ഒട്ടിയിരിക്കുക. നമുക്കത് പൊളിച്ചെടുക്കാനായിട്ടുള്ള ഇത് അവർ വെച്ചിട്ടുള്ള മൊബൈൽ ഫെസിലിറ്റി അവർ വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ട് ഇതാണ് ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇല്ല ഓവറായിട്ട് തോന്നി ഗൈസ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ട്. ഇതെൻ്റെ ക്രോഷ്യറ്റിൻ്റെ ഹുക്സാണ്. ഞാൻ കുറേ നാൾ കാത്തിരുന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ ഓരോ ലെങ്ത് അനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും വലുത്. ഇതിലേറ്റവും വലുതാണിത്. ഇതൊന്നും നമുക്ക് ഉണ്ട്. ഇത് മീഡിയമാണ്. യെസ്, 8 ഉണ്ടാകുമല്ലോ. ഓക്കെ, 9 കഴിഞ്ഞ് 8 ഇതാണ് വന്നിട്ട്. പിന്നെ 7 ഇതാണ്. ഓർഡറിൽ വെക്കാനുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓർഡറിൽ വെക്കാണ്. 5 ഉണ്ട്. പിന്നെ 7.5 അമ്മോ. അപ്പം അത് ഇവിടെ അല്ലേ വരുള്ളൂ. യെസ്, ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്, അത് ഉള്ളതാണ്. പിന്നെ 4.0 പിന്നെ 2, ഏറ്റവും ചെറുത് 2 ആണ്. അപ്പോൾ ഇത്രയും നീഡിൽസാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട്. ഇത് ഭയങ്കര വലിയ നീഡാണ് കേട്ടോ. ഇത് 10.0 ആണ് ഏറ്റവും വലിയ നീഡിൽ. 10 അല്ല, 10ാമത്തെ നീഡിൽ. നമ്മൾ 10 നീഡിൽസാണ് മേടിച്ചിട്ടുള്ളത്. ടോട്ടൽ 10 നീഡിൽസാണ് മേടിച്ചിട്ടുള്ളത്. 10 അല്ലല്ലോ, 1 2 3 4 5 6 7 8 9 നീഡിൽസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഒരു നീഡിൽ കൂടുതലാണെന്ന് തോന്നുന്നു. യെസ് 7.5 എന്ന് പറഞ്ഞൊരു നീഡിൽ കൂടുതലാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നീഡിൽ കേസ്. അമ്പട ഭീകര കുട്ട. അങ്ങനെ നമ്മൾ ഇതിൽ അൺബോക്സ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് റബ്ബർ മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് എന്തായാലും ഇഷ്ടമായി. ക്രോഷ്യൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയൽ. പിന്നെ നമ്മൾ ചാരി വെക്കുന്നുണ്ട്, കാരണം നമുക്ക് ഈ സംഭവം കൂടി പൊട്ടിക്കാനുണ്ടാവും. ഇതൊരു ചാരി വെച്ചിട്ട് ഇരിക്കാണ്ടാവുമ്പോൾ ദേഷ്യം കയറി വരുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ. ചാരി വെച്ചിട്ട് ഇരിക്കലുള്ളതാണ് കുറേ നേരമായിട്ടോ നോക്കാൻ തുടങ്ങിയിട്ട്. ലാസ്റ്റ് നമ്മളിങ്ങനെ വെച്ചെടുത്തു. ഇപ്പോൾ കണ്ടു, നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ? അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ടാഗ് ചെയ്ത് തരാം കേട്ടോ. ക്വാളിറ്റി വൈസ് ഇത് റബ്ബറല്ല, പിന്നെ വേറൊരു മെറ്റീരിയലാണ്. എന്തായാലും നല്ല ഐറ്റമാണ് കേട്ടോ. നമ്മൾ അടുത്ത പെട്ടിയാണ് പൊട്ടിക്കുന്നത്. അതും നമ്മൾ ഇതേപോലെ ബാക്കിൽ നിന്നാണ് കയറുന്നത്. ഫ്രണ്ടിൽ നല്ല കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഒരു പരിപാടിയൊന്നും നമുക്കില്ല ഗൈസ്. ഇത്രയും വലിയ വാഷ് ബാഗ് ആയിരിക്കുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ വാഷ് ബാഗാണ് കേട്ടോ. ഇത്രയും വലിയ വാഷ് ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വാഷ് ബാഗും കൊണ്ട് അങ്ങനെ ക്ലാസ്സിൽ പോയി ഉണ്ടല്ലോ എൻ്റെ മിസ് എന്നെ തലമണ്ട അടിച്ച് പൊട്ടിക്കും. കുഴപ്പമില്ല, പക്ഷേ വാഷ് ബാഗ് ഈസ് ഓക്കെ. വാഷ് ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. കഴുകിയ പോകില്ലാത്ത വാഷ് ബാഗ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. പിന്നെ സിബ് തപ്പി വരുമ്പം ഈ സൈഡിലാണ് സിബുള്ളത്. നമ്മൾ തുറന്നു. യെസ്, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം ഗൈസ്. നമുക്കിതൊന്ന് ചാരി പിന്നെയും വെക്കണം. ഇത് ചാരാണ് അതിന് ഏറ്റവും പണി. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഗസ്. ഇതിൽ ഞാനൊരു കയ്യിൽ ഇതെടുത്തിട്ട് പിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഓഷ്വാളിൻ്റെ യെല്ലോ കളർ, പിന്നെ റെഡ് കളർ ഞാൻ ഓർഡർ ചെയ്തതിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട 2 കളേഴ്സ്, ബേബി പിങ്ക് ആൻഡ് ബേബി ബ്ലൂ. പിന്നെ ഒരു കത്രിക വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല, അവരതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ കൊടുത്ത പൈസക്ക് അത് ലാഭം കിട്ടും. പിന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട്, നൂലാണ് കേട്ടോ, എല്ലാം ബ്ലാക്ക് കളർ. പിന്നെ വൈറ്റ് നൂലും ഉണ്ട്. കോമൺ ആയിട്ടുള്ള 2 കളർ നൂൽസും അവർ വെച്ചിട്ടുണ്ട്. പിന്നെ കത്രികയുണ്ട്. പിന്നെ ഈ പാക്കറ്റിലാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളുള്ളത് കേട്ടോ. ഇവിടെ ഒരു നീഡിലുണ്ട്. ഇത് നമ്മുടെ നീഡിൽസിലോട്ട് കൂട്ടാം ഗൈസ്.
ഇപ്പം നമ്മുടെ നീഡിൽസിലോട്ട് ഒരു പുതിയ അറൈവലാണിത്. എനിക്കിത് പൊട്ടിച്ചെടുക്കാം ഗൈസ്. നമ്മൾ വാഷ് ബാഗിൽ നമ്മുടെ സാധനം ചാരി വെക്കാം ഗൈസ്. ഇതിങ്ങനെ ചരിച്ചാണ് വെക്കേണ്ടത്. ടോട്ടലി നമ്മൾ ചരിച്ചല്ല വെച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ഇപ്പം ഇത്രയും നൂൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 2 3 4 5 6 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സംഭവം പാക്കറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പാക്കറ്റ് അൺബോക്സ് ചെയ്യാം. വാഷ് ബാഗ് ഇത്തിരി വലുതായിപ്പോൾ കേട്ടോ. ചെറുതാണ് ഞാൻ കണ്ടത്. അപ്പം നമുക്ക് കിട്ടിയത് ചെറുതല്ല, മൈനിയർ പാട്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നീഡിലുണ്ട് കേസ്. അങ്ങനത്തെ നീഡിൽ എന്തോ ചെറുതുണ്ട് വലുതുണ്ട്. എത്ര സൈസിലും ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഓരോ സൈസിൽസുള്ള നീഡിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. സൈസിൽ ഉള്ളിൽ തന്നെ നീഡിലാണ്. ഓ ഗൈസ്, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എനിക്ക് കിട്ടി. ഞാൻ ഒരു പാർട്ടും കൊണ്ട് എൻ്റെ ഒരു ബ്ലൂ കളർ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ബ്ലൂ കളറിൻ്റെ ഉണ്ട്. പിന്നെ നീഡിൽ ഐ കാൺ ഡു എനിത്തിങ് ഗൈസ്. ഇത് 4.0 mm ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുമ്പോൾ ഇതൊരു റെഡ് പാർട്ട് മൊബൈലാണ്, ശ്രദ്ധിക്കേണ്ട. അതൊന്നുമില്ല, ഈ മൊബൈലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പം എനിക്ക് ഇത്ര നീഡിൽ അടിക്കേണ്ട പ്രാന്താണോ എന്നൊക്കെ ചോദിക്കും എല്ലാവരും. അല്ല ഗൈസ്, ഇതൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. നമുക്ക് വേണ്ടതൊക്കെ കിട്ടില്ലല്ലേ. പിന്നെ സ്റ്റിച്ച് മാർക്കർ വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് മാർക്കേഴ്സ്. അതും എൻ്റെ ഫേവറേറ്റ് കളറിലുള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട്. സ്റ്റിച്ച് മാർക്കേഴ്സ് ആർ വെരി ഹൈയസ്റ്റ് വൺസ്. ഇതിലെല്ലാം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കേഴ്സ് ഒരുപാടുണ്ട്. വാഷ് ബാഗിൽ ചാരി വെച്ചിട്ട് ഇത് ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം. കാണണ്ടല്ലോ അല്ലല്ലേ. നമ്മളിതെല്ലാം പൂട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് മാർക്കേഴ്സ് എന്തിനാണെന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇവിടെ ഹാജർ. കാരണം എനിക്കറിയത്തില്ലടാ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് വഴി അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റിച്ച് മാർക്ക് ചെയ്യാൻ, സർക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്യണമെന്നാണ്. ആദ്യത്തെ ഇനി 12 എണ്ണം, പിന്നെ രണ്ടാമത്തെ ഇനി എന്തോ 24, പിന്നെ 36, അതായത് 12 ടേബിളടാ. അപ്പം ഞാൻ ചോദിച്ചു, കൊള്ളാമല്ല, ഈ കളി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു നല്ലത്. ബട്ട് 12 ടേബിൾ ഓടിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. 36 വരെ നമ്മളെന്തെങ്കിലും ചെയ്യും. 36 വരെയൊക്കെ ചെയ്യുമായിരിക്കും. ബട്ട് ചെയ്ത് അതൊരു 5 സ്റ്റിച്ചിൽ കൂടുതൽ കാണുന്നുണ്ടോ? 5 സ്റ്റിച്ചിൽ കൂടുതൽ നമ്മൾ ചെയ്യത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 5 സ്റ്റിച്ച് കൂടുതൽ നമ്മൾ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്കേ നൂല് തികയുള്ളൂ. പിന്നെ സ്റ്റിച്ച് മാർക്കേഴ്സൊക്കെ വളരെ കൂടുതലായി പോയോ എന്നൊരു സംശയം. നമ്മൾ ഇത്ര സ്റ്റിച്ചസ് ഒന്നും ചെയ്യത്തില്ല, എന്നാലും കുറച്ച് ഓവറാണെന്ന് സംശയം. അപ്പം അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ 2 തവണ ഒക്കെ സർക്കിൾ ചെയ്യുമ്പം ഇത് നല്ലതാണ്. 2-3-4 തവണ സർക്കിൾ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ്. ലിങ്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് തരാം. ഇത്രയാണ് കിട്ടിയിട്ടുള്ള സാധനം. അപ്പം ശരി, ടാറ്റ.